പ്രാർത്ഥിക്കുവാൻ കഴിയണം. ദൈവമേ, അങ്ങയുടെ ഇഷ്ടപ്രകാരം ദൈവികമായുള്ള ജ്ഞാനപ്രകാരം ഈ ഒരു കാര്യം ചെയ്യുവാൻ, ഈ ഒരു കാര്യത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുവാൻ, ഈ ഒരു കാര്യവിചാരമൊക്കെ നടത്തുവാൻ, എന്റെ ജീവിതത്തിൽ മുഴുവനുമുള്ള കാര്യവിചാര ശുശ്രൂഷയിൽ ദൈവമേ അങ്ങയുടെ ജ്ഞാനത്താൽ എന്നെ നിറയ്ക്കണമേ. എനിക്ക് ചിന്തിക്കുന്നതിനെക്കാട്ട് ഉപരിയായി ദൈവികമായിട്ടുള്ള ചിന്തകൾ എന്നിൽ നിറച്ച് ദൈവികമായിട്ടുള്ള പരിജ്ഞാനത്തിൽ വളർത്തുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്നുള്ള ആ ഒരു വലിയ ചിന്തയോടുകൂടി നമുക്ക് കാര്യവിചാര ശുശ്രൂഷയിൽ ഏർപ്പെടുമെങ്കിൽ മാത്രമേ അത് ഫലപ്രദമായി തീരുവാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളത് വളരെ വ്യക്തമാണ്. അതുപോലെ തന്നെ നമുക്ക് നൽകുന്ന എല്ലാ താലന്തുകളും, നമ്മുടെ കഴിവുകളും, നമ്മുടെ ധനങ്ങളും, നമ്മുടെ വിഭവങ്ങളും, നമ്മുടെ സമ്പത്തുകളും, നമ്മുടെ ബന്ധങ്ങളും എല്ലാം നമ്മൾ വിശ്വസ്തയോടുകൂടിയാണോ ചെലവഴിക്കുന്നത്, വിശ്വസ്തയോടുകൂടിയാണോ അതിൽ ഏർപ്പെടുന്നത്? ദൈവം നൽകിയ ആ ഒരു വിശ്വസ്തതയുടെ മൂല്യം നമ്മുടെ ജീവിതത്തിൽ കാത്തു സൂക്ഷിക്കുന്നുണ്ട്. ധനത്തിനെ കൊണ്ട് വിഭവങ്ങളെക്കാട്ടുപരി ദൈവത്തെ മറ്റുള്ളവർക്ക് കൊടുക്കുവാൻ, യേശുക്രിസ്തുവിനെ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുവാനുള്ള ആ ഒരു വലിയ ഉത്തരവാദിത്വം ദൈവം നമുക്ക് നൽകിയിരിക്കുന്നു. ആ ഒരു ഉത്തരവാദിത്വം നമ്മൾ ഏറ്റെടുത്തുകൊണ്ട് നമ്മുടെ ജീവിതയാത്ര മുന്നോട്ട് പോകുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ആ ഒരു ജീവിത അവസ്ഥയിൽ മുന്നോട്ട് പോകുമ്പോൾ സ്വർഗരാജ്യത്തിന്റെ അനുഭവം, ആ ഒരു പ്രതിഫലം പറ്റുവാൻ തക്കവണ്ണം നമ്മുടെ ജീവിതത്തിൽ, ഈ ലോക ജീവിതത്തിൽ നമ്മുടെ വിഭവങ്ങളെ, നമ്മുടെ കാര്യവിചാരത്തെ ശുശ്രൂഷ കാര്യക്ഷമമായി പ്രാർത്ഥനയോടുകൂടെ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ദൈവിക മഹത്വത്തിന് വേണ്ടി കാര്യങ്ങൾ ചെയ്തുകൊണ്ട് മുന്നേറുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.